കൊട്ടാരക്കര. നാട്ടിലാരുമായും ശത്രുതയോ വൈരാഗ്യമോ ഇല്ല. പിന്നെ കൊല്ലം പട്ടാഴിയിലെ ക്ഷീരകർഷകനായ സാജന് എന്താണ് സംഭവിച്ചത്? പുലർച്ചെ ഫാമിൽ പശുവിനെ കറക്കാനായി പോയ സാജനെ വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആരാണ് കൊലപ്പെടുത്തിയതെന്നോ എന്താണ് സംഭവത്തിന് പിന്നിലെന്നോ വ്യക്തമല്ല. പിന്നിൽ നിന്ന് ആരോ ആക്രമിച്ചതായി സാജൻ പറഞ്ഞിരുന്നതായി മകൻ പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിക്കാണ് സംഭവം. പട്ടാഴി ഇരിപ്പാക്കുഴി ഫാമിൽ പശുവിനെ കറക്കാനായി വന്ന കർഷകൻ ജോസ് എന്ന സാജനാണ് കൊല്ലപ്പെട്ടത്. പതിവ് സമയം കഴിഞ്ഞ് ഏറെ വൈകിയും സാജനെ കാണാഞ്ഞതിനെ തുടർന്ന് മകൻ വന്നു നോക്കിയപ്പോഴാണ് മുറിവേറ്റ നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം. 4:45 വീട്ടിൽ വരുന്നത് പശുവിനെ കറന്നിട്ട് ഇന്ന് കാണാഞ്ഞപ്പം എന്നോട് അമ്മ പറഞ്ഞോളാം പോയി നോക്കിയിട്ട് വാന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴാണ് ഇനി എടുത്തിലിങ്ങനെ കിടക്കുന്നതാണ്. എടുത്തിലിങ്ങനെ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞത് ആരണ്ടെന്നെ വെട്ടിയിട്ട് ഓടി നമ്മൾ ഇങ്ങനെ കിടക്കുക. അവിടെ ചെറുന്ന് കിടക്കുക. അപ്പോൾ ചെറുക്കൻ ചെന്ന് വിളിച്ചു, പപ്പേ ഞാൻ ചെന്ന് വിളിച്ചു. എന്നെ ആരണ്ട് വെട്ടി, ആരാന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ചേട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു. അവനും വന്ന് ഞാൻ വിളിച്ചിട്ടൊന്നും കുഴപ്പമില്ലായിരിക്കില്ല. അവൻ എന്നെ ആരണ്ട് വെട്ടി, ആരാന്ന് അറിയത്തില്ല. ഫാമിൽ വെച്ച് പിതാവ് സംസാരിക്കുന്നുണ്ടായിരുന്നെന്നും ആരോ വെട്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതായും മകൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രവാസിയായിരുന്ന സാജൻ 10 വർഷത്തോളമായി നാട്ടിലെത്തി കൃഷിയും പശു വളർത്തലും നടത്തുകയായിരുന്നു. നാട്ടിലാരുമായും വഴക്കോ മറ്റ് വൈരാഗ്യമോ ഉള്ളതായി അറിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കണ്ട ഉടനെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന്മാരെ വന്ന് വിളിച്ചു, ഇങ്ങനെ അച്ഛനെ ആരോ വെട്ടി എന്ന് പറയുന്നു. വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അദ്ദേഹം പറയണ എന്നെ ആരോ വെട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആ ചേട്ടന്മാരെയും കൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് അവരെല്ലാം കൂടെ ഒന്ന് എടുത്ത് കൊണ്ടുപോകാനുള്ളടുത്ത് അയാൾ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അടുത്തുള്ള ആൾക്കാരെല്ലാം കൂടെ വന്നാണ് പിന്നെ ഒരു 5 മണിക്കകത്ത് തന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 പത്തനാപുരം.